ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. നമസ്കാരം. പൊതുജനങ്ങൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാക്കുകയാണ് സ്മാർട്ട് വില്ലേജുകളുടെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കോട്ടാങ്ങൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ കൂടുതൽ സൗകര്യങ്ങളോടെ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ്. സംസ്ഥാനത്ത് 600ഓളം വില്ലേജുകൾ സ്മാർട്ടായി. അടിസ്ഥാന സൗകര്യത്തിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി. അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടികളിലേക്ക് കടക്കുവാൻ ഡിജിറ്റൽ റീസർവേ വഴിയൊരുക്കി. 9 വർഷത്തിൽ 4 ലക്ഷത്തിലേറെ ഭൂവുടമകളെ സൃഷ്ടിച്ചു. 4 വർഷമായി സംസ്ഥാനത്ത് 2,23,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി പറഞ്ഞു. നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ. കേരളത്തിൽ നിലവിൽ ഇവിടെ MLA-യുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അവിടെ ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തിപരമോ കൂട്ടമായ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സം എന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ താലൂക്കിലോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കുകയുണ്ടായി. പട്ടയ അസംബ്ലി ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചതാണ്. ജനപ്രതിനിധികളുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിട്ടുള്ള പട്ടയ അസംബ്ലികൾ. അവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 5 തലത്തിലുള്ള സർക്കാർ വേദികൾ ഉണ്ടാക്കി പട്ടയ ഡാഷ്ബോർഡിൽ വന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അദാലത്തുകളിലൂടെ പരിഹരിച്ച് കേരളത്തിൽ ഈ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ത്തിലേറെ പട്ടയങ്ങൾ ഇതിനകം വിതരണം ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം കൂടി പരിഗണിച്ചാൽ 9 വർഷക്കാലം കൊണ്ട് 4 ലക്ഷത്തിലേറെ ഭൂ ഉടമകളെ കേരളത്തിൽ ഉണ്ടാക്കാൻ റവന്യൂ വകുപ്പിനായി എന്നുള്ളത് അതിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. എല്ലാ ഭൂമിക്കും രേഖ എന്ന മുദ്രാവാക്യം മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിവേഗവും സുതാര്യവുമായിട്ടുള്ള റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ റീസർവേ 1.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അളന്നു തീർത്തത് 4.5 ലക്ഷം ഹെക്ടറോളം ഭൂമിയാണ്. 50,63,000-ത്തിലേറെ ലാൻഡ് പാഴ്സലുകളാണ്. കേരളത്തിന്റെ സർവേ സൊല്യൂഷൻ ഇന്ത്യ തന്നെ ശ്രദ്ധിച്ച ഏറ്റവും സുതാര്യവും വേഗതയിലുമുള്ള സർവേ സൊല്യൂഷനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സർവേ കോൺക്ലേവ്, രാജ്യവ്യാപകമായിട്ടുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത 23 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത സർവേ കോൺക്ലേവ് തന്നെ പ്രഖ്യാപിക്കുകയാണ്. റാന്നി MLA പ്രമോദ് നാരായണൻ അധ്യക്ഷനായി. കോട്ടാങ്ങലിൽ നിരവധി ജനകീയ പദ്ധതികൾ സാധ്യമാക്കാനായെന്ന് MLA പറഞ്ഞു. റോഡ്, പാലം, മൃഗാശുപത്രി, വില്ലേജ് ഓഫീസ്, സ്കൂളുകൾ ഉൾപ്പെടെ സമസ്ത മേഖലയിലും വികസനം വന്നു. നോളജ് വില്ലേജ് മിഷന്റെ ഭാഗമായി സൗജന്യ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ടീച്ചിങ്, PSC പരിശീലനത്തിനുള്ള സൗകര്യം എന്നിവ സെപ്റ്റംബറിൽ ആരംഭിക്കും. റാന്നിയിൽ ജനകീയ ജലസംഭരണ പദ്ധതി ജൂലൈ 25-ന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടപ്പിലാക്കും. കേരളത്തിൽ 3 മണ്ഡലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിൽ ആശുപത്രി വൈകാതെ സാധ്യമാകുമെന്നും MLA പറഞ്ഞു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ S. ഷീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 44 ലക്ഷം രൂപ വിനിയോഗിച്ച് 1290 ചതുരശ്ര അടിയിലാണ് ഓഫീസ് നിർമ്മിച്ചത്. വരാന്ത, കാത്തിരിപ്പ് മുറി, റെക്കോർഡ് മുറി, മീറ്റിംഗ് റൂം, ഡൈനിങ് ഹാൾ, പബ്ലിക് സ്റ്റാഫ് ടോയ്ലറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, ADM B. ജ്യോതി, ജില്ലാ പഞ്ചായത്ത് അംഗം രാജി P. രാജപ്പൻ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു, വൈസ് പ്രസിഡന്റ് ആനി രാജു, കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ്, വൈസ് പ്രസിഡന്റ് MA ജമീല, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട.